KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇഷ്ടംമാതിരി ടൂറുകളുണ്ട്. അതിൽ ഗവിയിലേക്കുള്ള ടൂറാണ്. ഇത് ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് രാവിലെ വെളുപ്പിന് 3 മണിക്ക്. അന്ന് ഞങ്ങൾ 8:30 ആയപ്പോഴത്തേക്കും അടവിയിലെത്തിക്കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ലെഗാണ് അതിൻ്റെ ഈ ഗവി ടൂറിൻ്റെ. അപ്പോൾ ഇവിടെ ഈ അടവിയിൽ ഈ കുട്ടവഞ്ചി സവാരിയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനായിട്ടുള്ളത്. അപ്പോൾ ഓഫീസിൽ അവിടെ നേരെ ചെന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഓഫീസുണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അവിടെ പോകുമ്പോൾ ചെറിയൊരു ഗാർഡനാണ്, പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ. നല്ല ഭംഗികളുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിങ്ങനെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ വലതുവശത്ത് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസുണ്ട്. അതുകൂടാണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റോറും ഉണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ സ്റ്റോറാണ്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പല സാധനങ്ങളും ഈ ആദിവാസികളൊക്കെ ശേഖരിച്ച് നൽകുന്ന പല സാധനങ്ങളും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ താഴോട്ട് മുമ്പോട്ട് നമ്മൾ നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഒരു പ്ലാവ് കാണാം. ആ പ്ലാവിൻ്റെ നിറയെ കുരങ്ങന്മാരുണ്ട്. അതൊരു കാഴ്ചയാണ്, കൗതുകകരമായ കാഴ്ച. ഈ കുരങ്ങന്മാർ ഒരു കമ്പിയിൽ നിന്ന് വേറൊരു കമ്പിയിലേക്ക് ചാടി കളിക്കുന്നതും ചക്ക തിന്നുകയും ചെയ്യണ്ടായിരുന്നു അവിടെ ഇരുന്നത്. കുരങ്ങ് ചക്കയാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അതൊരു 2-3 ഫാമിലി, ഒരു 10-20 കുരങ്ങുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ഒക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ മുമ്പോട്ട് വീണ്ടും നീങ്ങി. പിന്നെ വരുന്നത് ഈ ബോട്ടിൽ കുട്ടവഞ്ചിയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫോറസ്റ്റുകാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരും, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇടണം നിർബന്ധമാണ്. പിന്നെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നേരെ കുട്ടവഞ്ചിയിലേക്ക് നടന്നു. ഇടാണ്ട് കയറ്റൂല അവർ. ഫോട്ടോ എടുത്തോ, ഞങ്ങള് പോയിച്ചു വരട്ടെ. നിങ്ങൾ ആ ബസ്സായി കയറിയിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കണ്ട, പാത്തായിക്ക് ചാടി കയറി വെക്കാം. മുട്ടിന് ഒരു കുഴപ്പമില്ലാന്ന്. അതെന്നാ വെച്ചാൽ ഒരാൾ കൂടുതൽ ചെയ്യാൻ അതിൻ്റെ അകത്തൊരു ആ കൊച്ചിങ്ങൾ കയറിയേ, ആ കൊച്ചിങ്ങൾ ടിക്കറ്റ് ഇല്ലാത്ത ബസ് ടിക്കറ്റ് ഇല്ലാത്ത പിള്ളേരാണ് കയറിയത്. ഓടാത്ത കൊട്ടയുടെ ഇങ്ങനത്തെ സീറ്റ് എടുക്കായിരുന്നു ഞങ്ങൾക്ക്. അതാ പറ്റിയ ഓടാത്ത കൊട്ടയുടെ ഒരു സീറ്റ് എടുക്കായിരുന്നു വീരാക്കിരിക്കാൻ. ആ അത് ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരാളെ കയറ്റായിരുന്നു നമുക്ക്. നമ്മളെ ഓരോരുത്തരുടെ ഓരോ കൊട്ട കിടക്കുക. അവർക്ക് ഈ ആൾ വരുവാണെങ്കിൽ അവർക്ക് വേണം. നമ്മൾ വരുന്നതിന് ഇപ്പുറം വന്നാൽ ഇനി വണ്ടിയില്ല. ഞങ്ങൾക്ക് വേറെ തുടങ്ങുമല്ലേ ഇനി പോലെ. എന്നാലും അങ്ങനെ ആർക്കാ സാറിന് മാഡത്തിന് അങ്ങനെ ഉണ്ടായിരുന്നിരുന്നല്ലോ. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീനെ കയറ്റാറുന്നു. ഫോൺ ചെയ്തോ, എല്ലാവരുടെ ഫോൺ അവിടെ ഫോൺ ചെയ്യാൻ വേണ്ടി. ഒറ്റയ്ക്കാണെങ്കിൽ പോയി യാത്രത്തിലൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടന്നു. അതെ, അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കയറുമെന്ന് പറഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ. ഇവിടെ എന്തിനും കാണാൻ പറ്റും, മൃഗങ്ങളെല്ലാം ഉണ്ടോ? രാവിലെ ഇപ്പൊ ആ സൈഡിൽ കൂടെ വണ്ടിയോട്ടുള്ള റോഡാണ്, എപ്പോഴും ആൾക്കാർ സഞ്ചാരമുള്ള വേളുള്ള. ഈ ഉള്ളവരെ അങ്ങോട്ട് കിടക്കുക. ഇപ്പൊ ഇങ്ങോട്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആനയുണ്ടോ? ഓ ആനയുണ്ടോ? ആന തന്നെയാണ്. പുലിയും കടുവായും ആനയൊന്നും പേടിക്കണ്ട. ആനപ്പോ തുമ്പിക്കയിലൊന്നും എടുത്തോണ്ട് വന്നേരം നോക്കിയാൽ മതി. അങ്ങനെ ഒന്നും ഉപദ്രവിക്കില്ല. എന്റെ മുന്നേ ചെന്ന് പേടിച്ചൊക്കെ ഉപദ്രവിക്കുന്നു. എത്ര നേരത്തേക്കാണ് ഇത് 2-2.5-3 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ തരട്ടെ. 2.5-3 മണിക്കൂറുണ്ട്. ഇതാണ് പ്രധാനമല്ലേ. ഇവിടെ എത്ര ആഴമുണ്ട്? എന്നിട്ട് അത്യാവശ്യം കല്ലാറ ഇത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിടത്തൊക്കെ 2 താഴ്ചയുണ്ട്, 10-12 അടി താഴ്ചകളുണ്ട്. ഇതിൽ അങ്ങോട്ട് മാറിയാൽ ചിലപ്പം മുട്ടുന്നതുണ്ട്.
കുഴിയുള്ള പാറ ഇല്ലാത്തടത്ത് കുഴിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളു. കല്ലാർന്ന് പറഞ്ഞാൽ പമ്പയുടെ തന്നെയാണ്. ഇത് പമ്പയിലോട്ട് ഇരിക്കുകയാണ്. പമ്പയുടെ അതിനങ്ങനെ ആ സൈഡിൽ കൂടെ പോണതിന്റെ ഉദ്ദേശം അത് കുറെ തണുപ്പുള്ള സൈഡിൽ കൂടെ ഇതിന് വേണേലും പോകാം. അതാ ചോദിക്കുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ഉച്ച വരെ അതിലെ പോയി വെയിലായി കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് കുറെ തണുപ്പുണ്ട്. ഞാൻ തിരക്കുള്ള സമയമാണ് ഇപ്പോൾ. അതിൻ്റെ ചേട്ടൻ ഇതിൻ്റെയൊക്കെ വൈഫാണെന്ന് തോന്നുന്നത്. ഞങ്ങൾക്ക് മക്കളായിരിക്കും വരുന്നത് സീറ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ. ഞങ്ങൾ നെയ്ബേഴ്സാണ് ലസിതയൊക്കെ കേട്ടോ. ലസിതയൊക്കെ നെയ്ബേഴ്സാണ്. അതെ, ലസിതയുടെ വീട്ടിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് പണിയുന്ന ലസിതയുടെ ഹസ്ബൻഡാണ്. മൂന്നാമത്തെ ട്രിപ്പ് വീഡിയോ എനിക്ക് അങ്ങനെ തിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റൂല. ഒരു 500 നോട്ട് അപ്പുറം ഇട്ട് നോക്കി ഇങ്ങോട്ട് തിരിയണം. എത്ര ഇട്ടാലും ലക്ഷം ഇട്ടാലും തിരിയത്തില്ല. ഒറ്റ തിരിയും. ഞങ്ങൾ തിരിയണേക്കാളും മുമ്പ്, നമ്മളെ തിരിയണേക്കാളും മുമ്പ് തിരിയും. തോന്നല, അതൊക്കെ തോന്നല, അതൊക്കെ വെറും തോന്നല. ഒന്ന് കറക്കി, ഒന്ന് കറക്കിക്കോന്നേ. പേടിക്കാനൊന്നുമില്ല. എന്നാ പിന്നല്ല, 4 റൗണ്ടാ കറക്കിക്കോ. എവിടെ കട്ടപ്പുറത്ത്? പിന്നെ ഇതാണ് ടിസ്റ്റാണ്. ഇത് ടിസ്റ്റാണ് കണ്ടോ. ഇതൊന്നും എന്നെ തിരിച്ചങ്ങട് ഇറക്കുന്നതല്ലേ തന്നെ. ബ്രേക്ക് പിടിച്ചാൽ മതില്ലേ? അടവി കുട്ടവഞ്ചി. ഹലോ, പറഞ്ഞോ. ഒരു മിനിറ്റ് കേട്ടോ. അടവി കുട്ടവഞ്ചി സംഭവം. അങ്ങനെ പിടിക്കുന്ന നിർത്താനാണോ? വെള്ളം കാണാൻ മൊബൈലിലെ കാര്യങ്ങൾ നടക്കാതെ വരുമല്ലോ. അതെ, അങ്ങനെ വരുമ്പോഴല്ലേ പ്രശ്നം. വിറകൊക്കെ കത്തിച്ച് ജീവിക്കേണ്ടി വരും. വിറക് ഇപ്പൊ കത്തിക്കാന്ന് വെക്കാം. സാധനങ്ങൾ അടുപ്പ് അന്ന് പണ്ടൊന്ന് നോക്കി വെക്കണമായിരുന്നു അടുപ്പ്. അല്ലാതെ അന്ന് ഞങ്ങൾ മൊത്തം ഉള്ള കൊല്ലം മുഴുവനും ഗ്യാസ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കാൻ പോലും ഇതേപോലെ ഇരിക്കാൻ വയ്യാത്തൊരു മാടത്തിന് എങ്ങനെയും കേട്ടായിരുന്നോ? മനസ്സുണ്ടായിരുന്നവർക്ക് കയറണമെന്ന്. ഞാൻ വലിച്ചേരിയതല്ലേ. മുട്ട് തീരെ മടങ്ങൂലേ ബിനയുടെ? അതിന് മുടക്കാൻ പറ്റില്ലേ? എനിക്ക് മടങ്ങാൻ സ്റ്റെപ്പ് കയറാനൊക്കെ വലിയ പാടാണ്. ഇപ്പൊ ഇതിനകത്ത് ഓടി കയറിയില്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാല് നിവൃത്തി വെച്ചോ. കാല് നസീലിമ കാല് നീക്കി വെച്ചോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുക. സാറിന്റെ കാലും എൻ്റെ ഈ കാലിൻ്റെ കൂടെ വെച്ചോ. ഞാൻ നീങ്ങിയിരുന്നു തരാം. അനങ്ങിയ കുഴപ്പമുണ്ടോ? ഇനി കുഴപ്പമില്ലല്ലോ. ചാരിക്കുന്നു. അങ്ങോട്ട് ചാരി ഇരുന്നോ. നമ്മളെ കസേരയിൽ ഇതെങ്ങോട്ടേക്ക് കസേരയിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ചാരി ഇരുന്നോ. ആർക്ക്? പിന്നെ നിങ്ങൾക്ക് വെള്ളമൊന്നും ഒരു പേടിയില്ല. ആഴം കൂടിയിട്ട് സാധാരണ കുളത്തിൽ കിടക്കുന്ന പായലാണ്. അല്ലാത്ത ദിവസം നമ്മുടെ റോഡാണ്. നമ്മൾ വന്ന മെയിൻ റോഡ് ഇങ്ങോട്ട് കിടക്കാം. വണ്ടി കൊണ്ടുണ്ടോ ഇതിലൊക്കെ നമ്മൾ വന്നു. അതിനൊക്കെ ചാടി കയറി. വണ്ടി കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചിട്ട് ചാടി കയറി.
ഞാൻ പറഞ്ഞു കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കയറുമെന്ന് വള്ളത്തെ കയറി അക്കരെ കിടക്കാൻ പേടിയായിട്ടിരിക്കുന്ന ഞാൻ ഇവിടെ അല്ലേ ആന ഈ സൈഡിൽ നിന്നായിരിക്കും വരണം അല്ലേ? മഴ പെയ്തേക്കൊണ്ട് അങ്ങനെ അല്ല ഇന്നിറങ്ങിയാൽ ദിവസം കുറവുണ്ട് ഇതിനകത്ത് വെള്ളമുണ്ട് അത് ഇറങ്ങി വരും കുടിക്കാനും ഏത് സമയത്താണ് വരണം ആന? അതിനകത്തില്ല എപ്പോഴും ആശുപത്രി ഉണ്ട് കിട്ടും ആ അവിടെ നിന്ന് വായിച്ച് കയറിക്കും ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ തിരിയണ്ട തിരിയണ്ട അത് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അത് കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ അത് അതിനകത്ത് കയറാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ചേട്ടന് സുഖമായി പോയി. ഈ ചേട്ടൻ്റെ തുഴയിൽ അതിന് കൂടെ വരാൻ പറ്റി. കെട്ടി വെച്ച് കൊണ്ടുപോലെ വണ്ടി മനസ്സിലായോ? ഇങ്ങനെ കെട്ടി വലിക്കുന്നു. അതെന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ഏത് വഴിയത്? നിങ്ങൾ പോകുന്ന റോഡാണ്, പക്ഷേ ഇന്ന് ഇതിലെ പോകുമെന്ന് അറിയത്തില്ല. ആ പണി നടക്കും അവിടെ ഒരു പണി നടക്കും. അപ്പോൾ പിന്നെ ഇതിൽ പോവും. അതെ അപ്പോൾ പിന്നെ ഇതിലും പുള്ളിക്ക് ആ റൂട്ട് അറിയത്തില്ല ഡ്രൈവർ. എനിക്കറിയാം, നമുക്കറിയാം. ഒരു സ്ഥിരം തന്നെ ആൾക്കാരൊക്കെ അറിയാം അവിടെ ഇവിടെ കൊണ്ടുവന്നു. സാർ ആദ്യമായിട്ടാണ് അല്ലേ? ആ ഞാൻ കൂടെ വരാറില്ല. ഞാൻ ആ പത്തനംതിട്ട കിടക്കാറുള്ളൂ. 10 കിലോമീറ്റർ ഇതിലെയാകുമ്പോൾ നേരെ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ചിറ്റാറിന് കയറാം. ഒരു 10-20 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടവി ബോട്ട് റൈഡ് വിസിറ്റ് അതോടുകൂടി അവിടെ അവസാനിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് കയറി യാത്ര തുടർന്നു. അടുത്ത പോർഷൻ യാത്ര ഗവിയിലേക്കുള്ളതാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ കൂടി ഞങ്ങളെ ആ യാത്രയിൽ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗൈഡായിട്ട് കൂടി ആക്ട് ചെയ്യും. 90 കിലോമീറ്ററോളം കാട്ടിൽ കൂടി തുടർച്ചയായിട്ടുള്ളൊരു സഞ്ചാരമായിരിക്കും. അത് വളരെ ഉറ്റുനോക്കുന്ന ഒരു യാത്രയാണ് ഈ ഗവി യാത്ര. വീണ്ടും നമ്മൾക്ക് അത് വേറൊരു വീഡിയോയിൽ ഇതെല്ലാം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.